നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫൈൻ ഈവനിങ്ങിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക്കോ അങ്ങനെയൊന്നല്ല. പക്ഷെ നമുക്കതിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ, അങ്ങനെയൊക്കെ ചിലർക്ക് തോന്നിയാം. പക്ഷെ എങ്കിൽ കൂടെ ഇതൊരു റെലവൻറ്റ് ടോപ്പിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോടത് ഷെയർ ചെയ്യണം, ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ തോന്നി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഇന്നൊരു സൺഡേ ആണ്, ഇപ്പോൾ ഒരു ഫൈൻ ഈവനിങ് ആണ്. സോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രൊക്രാസ്റ്റിനേഷൻ. നമ്മൾ മലയാളത്തിലായിട്ട് പറയുകയാണെങ്കിൽ വെരി സിമ്പിൾ, നീട്ടി വെക്കുക, മാറ്റി വെക്കുക. നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും നമ്മൾ നീട്ടി വെക്കാം, മാറ്റി വെക്കും, പിന്നെ ചെയ്യാം എന്ന് പറയും, നാളെ ചെയ്യാം എന്ന് പറയും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് നമ്മളിങ്ങനെ പറയുന്നത്? നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? അത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ അതിന് ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കും. നമ്മളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്? അപ്പോൾ പക്ഷെ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു മാറ്റർ ഉണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റെലവൻസി ഉണ്ട് നമ്മുടെ ലൈഫിൽ, അതിന് വലിയൊരു റെലവൻസി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊക്രാസ്റ്റിനേഷൻ നമ്മൾ കുട്ടികളിൽ ചെറുപ്പം തൊട്ടേ കണ്ടുവരും. അതായത് ഒരു സ്കൂളിൽ പോകാൻ തുടങ്ങിയ ഒരു കാലം തൊട്ട് തന്നെ നമുക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷനെ പറ്റിയിട്ട് ഈ ഒരു ക്യാരക്ടർ നമ്മൾ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അതായത് പഠിക്കേണ്ട കാര്യം ഇപ്പൊ നമ്മൾ പഠിക്കാനിരിക്കാം എന്ന് പറഞ്ഞാലും നാളെ ഇരിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യടാ മോനെ, അത് ചെയ്യടാ മോളെ എന്ന് പറഞ്ഞാലും നമ്മൾ നാളെ ചെയ്യാം എന്നുള്ളൊരു ടെൻഡൻസി. പക്ഷെ നമ്മൾ പാരന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് എൻകറേജ് ചെയ്യരുത്, നമ്മളത് കുട്ടികൾക്ക് എന്റർടൈൻ ചെയ്യരുത്. ബിക്കോസ് അത് അവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഒരുപാട് അത് ദോഷങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവർ മാറ്റി വെച്ചത് പിന്നീട് ചെയ്യാതെ പോയി അങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്തുകൊണ്ടാണ് കുട്ടികളും അഡൾട്ട്സും എല്ലാവരും ചെയ്യാറുന്ന കാര്യമാട്ടോ. ഇവൺ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഞാനും കൂടെ ചെയ്യുന്ന കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നീട്ടി വെക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ആ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ കുട്ടികളിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് പഠിക്കുക, അതായത് നിരന്തരം ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർക്കറിയാം അത് ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് അവർക്ക് അറിയെങ്കിൽ കൂടെ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അതുകൊണ്ടാണ് അവർ നാളെ ചെയ്യാം, പക്ഷെ അത് അവർക്കറിയാം ആവശ്യമില്ല, പഠിച്ചേ തീരൂ, അറിയാം. പക്ഷെ അത് നീട്ടി വെക്കുന്നതിന് ഫസ്റ്റ് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ് ഇതിന്റെ ഫസ്റ്റ് തിങ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യണം എന്ന ആഗ്രഹവും ഒരു ഇൻട്രസ്റ്റും ഉള്ളൊരു കാര്യം നമ്മൾ ഏറ്റവും പെട്ടെന്ന് അത് ചെയ്യും, അതിലേക്ക് കടക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് തിങ് നമ്മൾ അത് എടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഇല്ലായ്മ അതൊരു ഫസ്റ്റ് തിങ് ആണ്, മാറ്റേഴ്സ് ആണ് അത്. സെക്കൻഡ് കാര്യം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയാലും ആ കാര്യം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ബോർഡം, ഒരു ബോറ്, പിന്നെ നമ്മൾ ആ കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം, പിന്നെ നമ്മൾ ആ കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ്, ഇതൊരു രണ്ടാമത്തെ മാറ്ററാണ്. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസും, പിന്നെ നമുക്ക് അതിലൂടെ ഫേസ് ചെയ്യേണ്ടി വരേണ്ട പ്രോബ്ലംസ്, പിന്നെ നമുക്കത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരേണ്ട ബോറടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തില്, അല്ല ഇംഗ്ലീഷില്. അപ്പോൾ ഇതാണ് ഈ രണ്ട് കാര്യമാണ് മെയിൻ തിങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് ഇൻട്രസ്റ്റ് ഇല്ല, ആ കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ലായ്മയും. സെക്കൻഡ് തിങ് വന്നിട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ബോറടിക്കുന്ന കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ കാര്യത്തിലേക്ക് ഉൾപ്പെട്ട് നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടേതായ ബുദ്ധിമുട്ടുകളും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യത്തെ നമ്മൾ മറികടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നത്തിന് നമ്മുടെ ലൈഫിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 ഡു ഇറ്റ്. അതാണ് അതിന് പറയാം, 1, 2, 3 ഡു ഇറ്റ് പറയും. അതായത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഷഡേ ഞങ്ങളുടെ ആ കാര്യത്തിലേക്ക് കടക്കുക. 1, 2, 3 ഡു ഇറ്റ്, അതാണ് നമ്മൾ അതിന് പറയാം. ഒറ്റ സ്ട്രെച്ചിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാം, പഠിക്കാനിരിക്കണേ, എക്സാംസ് അടുത്ത് വരികയാണ്, പഠിക്കാനിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ടോപ്പിക് എടുത്ത് പ്രയോറിറ്റൈസ് ചെയ്ത് സബ്ജക്റ്റ് എടുത്ത് അങ്ങനെയൊന്നും ചെയ്യണ്ട. ടേക്ക് എ ബുക്ക് ആൻഡ് സിറ്റ് വിത്ത് ഇറ്റ്. അതാണ് അവർ ചെയ്യേണ്ട ഫസ്റ്റ് തിങ്. നമ്മൾ എന്താണോ നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്നുണ്ടെങ്കിൽ
ടേക്ക് എ ബുക്ക് ആൻഡ് സിറ്റ് വിത്ത് ഇറ്റ്. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സബ്ജക്റ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഫസ്റ്റ് നമ്മൾ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ആ കാര്യത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോണ്ട് തിങ്ക് എ ലോട്ട്. അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ആലോചിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കാതെ ആ കാര്യം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ ബുക്ക് എടുത്തിരിക്കുകയാണെങ്കിൽ ഈ പഠനത്തിന്റെ കൂടെ ഈ എന്താ പറയുക, പഠിച്ച് കഴിഞ്ഞ് എക്സാം എഴുതുന്നത് നമ്മൾ ഈ പഠിക്കുന്നതിനിടയിൽ തന്നെ ചിന്തിച്ചു പോവാതെ പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ അഡൽട്സ് ആണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഒരു വീട് കെട്ടുക അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുക എന്നൊക്കെ ഇതാകുമ്പോൾ ആ പ്രോസസ്സിനെ പറ്റി ഒരുപാട് നമ്മൾ യെസ് ഓഫ് കോഴ്സ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് അതിനെ ഇങ്ങനെ പോവാതെ ഡു സംതിങ്, ആക്ഷൻ എടുക്കുക. അതിനകത്ത് നമ്മൾ അതിനകത്തൊന്ന് ജസ്റ്റ് ഇൻവോൾവ് ആവുക. പക്ഷെ നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഗോ വിത്ത് ഇറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ഇറ്റ് അല്ലെങ്കിൽ സിറ്റ് വിത്ത് ഇറ്റ് അല്ലെങ്കിൽ ടേക്ക് എ സ്റ്റെപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ അഡൾട്ട്സിനെ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു വാഹനം എടുക്കുക, വീടെടുക്കുക എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നുമില്ല കയ്യിൽ, നമുക്ക് അതിന് വേണ്ട ഒരു പ്ലാൻ ഒന്നുമില്ല, നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു ഹാഫ് പ്ലാൻ റെഡി ആയി കഴിഞ്ഞാൽ ദെൻ സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു സ്റ്റാർട്ടപ്പ് പ്ലാൻസ് ആയി കഴിഞ്ഞ് ദെൻ സ്റ്റാർട്ട്. എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി ആ പ്രോസസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നമ്മൾ ആ കാര്യത്തെ ഫുൾഫിൽ ചെയ്യുക. ഈ 2 മാർഗം മാത്രമേ പ്രൊക്രാസ്റ്റിനേഷനെ ഓവർകം ചെയ്യാൻ നമ്മുടെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഉള്ളൂ. ബട്ട് ഇതൊരു കോമൺ മാൻ്റെ ലൈഫിൽ നമുക്ക് ചെയ്യാവുന്ന കേട്ടോ. നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ എക്സ്പെർട്ട് അഡ്വൈസ്. പക്ഷെ നമ്മളൊരു കോമൺ ആയിട്ട് നമുക്കിപ്പോൾ ഈ കാര്യത്തിനൊന്നും എനിക്ക് തോന്നുന്നില്ല ഓർഡിനറി പീപ്പിൾസ് ഇതിനൊന്നും പോകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷനെ ഓവർകം ചെയ്യാൻ ഈ ഒരു 2 മാർഗ്ഗമാണുള്ളത്. ഫസ്റ്റ് തിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 2 3 സ്റ്റാർട്ട്. ആൻഡ് സെക്കൻഡ് തിങ് വന്നിട്ട് ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, ബി ഇൻ എ പ്രോസസ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം ആ പ്രോസസ്സിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഓവർ തിങ്ക് ചെയ്യാതെ ആ പ്രോസസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 80 to 90% വരെ നമ്മുടെ ലൈഫിൽ നിന്ന് പ്രൊക്രാസ്റ്റിനേഷനെ ഓവർകം, അതായത് ഈ നീട്ടി വെക്കുന്ന ഈ ഹാബിറ്റിനെ, പോസ്റ്റ്പോൺ ചെയ്യുന്ന ഈ ഹാബിറ്റിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച ടോപ്പിക്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നി. നമ്മുടെ ഈ ഡെയിലി ലൈഫിൽ ഇതിനൊരു റെലവൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എൻ ഓൺഗോയിങ് പ്രോസസ്. കാരണം ഒന്നിൽ തന്നെ നമ്മൾ സ്റ്റക്ക് ഔട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ലൈഫിനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കും. സോ അതൊന്നും അല്ലാതെ നമ്മൾ ഒരു കാര്യത്തെ നീട്ടി വെക്കാതെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരുന്ന കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ഹാബിറ്റിനെ അല്ലെങ്കിൽ ഒരു ടെൻഡൻസിയെ ഓവർകം ചെയ്യണം. അത് നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഗുണം ചെയ്യും. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും ലൈഫിൽ സക്സസ് ആയിട്ട് ഇരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ, സുഖമായിട്ട് ഇരിക്കട്ടെ. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.